ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അങ്ങനെ ഭയങ്കര സ്പെഷ്യൽ സംഭവമൊന്നുമല്ല. എന്നാലും ഇപ്പോൾ കുറച്ച് ട്രെൻഡിങ് ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനും ചെയ്യാതെ. ഇന്ന് എനിക്കൊരു ഡബ്ബിംഗ് ഉണ്ട്. അപ്പം നമ്മളതിന് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുക. സമയം രാവിലെ 7:30 ആയിട്ടുണ്ട്. പക്ഷെ എനിക്കത് ഭയങ്കര രാവിലെ പോലെയാണ്. കാരണം ഞാൻ വീട്ടിലിരിക്കുന്ന ദിവസം ഇത്രയും നേരത്തെ ഒന്നും എണീക്കാറില്ല. അതുകൊണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വാട്ട് ഐ ഈറ്റ് ഡേ ആണ്. ഞാൻ അങ്ങനെ ഹെൽത്തി ആയിട്ടൊന്നും കഴിക്കുന്ന ആളല്ല എപ്പോഴും. പക്ഷെ രാവിലത്തെ ഭക്ഷണം ഞാൻ കുറച്ച് ഒന്നില്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു നേരം ചോറുണ്ണാനായിട്ട് നോക്കും. കാരണം ഈ വണ്ണം വെക്കുന്നതിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് നമ്മളിത് കുറച്ച് ദിവസമായി പറയുന്നു. അപ്പം ഇന്ന് മിക്കവാറും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചോറുണ്ടിട്ടാണ് പോകുക. പക്ഷെ ഇതിപ്പോൾ ഒത്തിരി രാവിലെ അല്ലേ, ഇപ്പോൾ ചോറുണ്ണാനൊരു മടി. അപ്പം ഞാൻ രാവിലെ കുറച്ച് നട്ട്സും പാലും കുടിക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ കുറച്ച് പ്രോട്ടീനൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ രാവിലെ അത് കഴിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ബാക്കി ഫുഡൊക്കെ നമുക്ക് പോകുന്ന വഴിയാണ്. അതുകൊണ്ട് ഹെൽത്തി ഫുഡൊന്നും ആയിരിക്കത്തില്ല കേട്ടോ. നമ്മൾ പോകുന്ന വഴി കഴിക്കുന്നതല്ല, അല്ലെങ്കിൽ ഓർഡർ ചെയ്ത് കഴിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഭയങ്കര ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണമൊന്നും അല്ല കേട്ടോ. അപ്പൊ നമുക്ക് രാവിലത്തെ നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത് പാലും നട്ട്സുമാണ്. നട്ട്സും ഡേറ്റ്സും ഉണ്ടെന്ന് രമ്യാമ്മ എടുത്തോളൂ. ഹലോ, അപ്പൊ നമ്മളൊരു ഇവിടെ വൈറ്റിലെത്തി അല്ലേ? വൈറ്റിലെത്തി. ഇവിടെ നല്ല ബ്ലോക്ക് അയച്ചിട്ട് മഴയുണ്ട്. ഇതുവരെ ഞാൻ ഒന്നും കഴിച്ചില്ല. നമ്മൾ കഴിക്കാൻ പോകുന്നുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നത്. ഞാനും കുട്ടാപ്പിയും ഒന്നും കഴിച്ചിട്ടില്ല അല്ലേ? നിങ്ങൾ വല്ലതും കഴിച്ചോ? കുഴിമന്തി എന്നുള്ളതായത് എന്ത് കഴിച്ചെന്ന് വെച്ചാലും കുഴിമന്തി എന്ന് പറയും. നമ്മൾ രണ്ടുപേരും ഒന്നും കഴിച്ചില്ല. ഞാൻ ഒരു കുപ്പി വെള്ളമൊക്കെ ആയിട്ട് വന്നത്. ഇതിന് എൻ്റെ വീട്ടിലെല്ലാവരും കമണ്ടലു എന്നാ പറഞ്ഞത്. നിന്റെ കമണ്ടലു എവിടെയെന്ന് ചോദിക്കേണ്ട അടുത്ത്. ഞാൻ ഇതിൻ്റെ അകത്താണ് വെള്ളം കുടിക്കുന്നത്. എനിക്ക് വെള്ളം കുടിക്കുന്ന കുപ്പി കാണാൻ ഭംഗിയുണ്ടെങ്കിൽ എനിക്ക് വെള്ളം ഇറങ്ങുള്ളൂ. അതൊരു വൃത്തിയുടെ സ്വഭാവമാണ്. പക്ഷെ എന്തോ അങ്ങനെ ആയിപ്പോയി. അതൊരു പ്രത്യേക തരം ജീവിതമാണ്. അതുകൊണ്ട് ഞാൻ അതൊക്കെ ആയിട്ട് പോന്നിട്ടുണ്ട്. പക്ഷെ ഞാനിത് വണ്ടി ഇരുന്ന് കുടിച്ചതിന് ഇപ്പം മഴയൊക്കെ കൂടെ അല്ലേ, ഇടയ്ക്കിടയ്ക്ക് സൂസും മുട്ടും. പിന്നെ കുട്ടാപ്പി എന്നെ വഴക്കറയും. അതുകൊണ്ട് ഞാൻ പിന്നെ ഇപ്പൊ ഒന്നും വെള്ളം കുടിച്ചിട്ടില്ല. അവിടെ ഇറങ്ങി കഴിഞ്ഞ് പിന്നെ ഡബ്ബിങ് ഒക്കെ അല്ലേ, അതുകൊണ്ട് ഞാനൊരു സ്ട്രപ്സിൽസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് തൊണ്ടയിൽ കിച്ച് കിച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നം. കുട്ടാപ്പിക്ക് ഓൾറെഡി തൊണ്ടയിൽ കിച്ച് കിച്ചാ മഴയൊക്കെ ആയതുകൊണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ അവിടെ എത്തിയിട്ട് ബാക്കി ഫുഡ് കഴിക്കാം. ഡബ്ബിംഗ് സ്റ്റുഡിയോയിലെത്തി. ഞാനൊരു സാൻഡ്വിച്ചും കുട്ടാപ്പി ചേട്ടനൊരു മസാല ദോശയും ഓർഡർ ചെയ്തു. സാൻഡ്വിച്ച് എന്ന് വെച്ചാൽ കഴിക്കാൻ കുറച്ച് എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് ഞാനത് വാങ്ങിച്ചത്. പെട്ടെന്ന് കഴിച്ചു തരുമല്ലോ. ഞാൻ അധികം വേസ്റ്റ് ആക്കത്തുമില്ല. പിന്നെ വേറെ എന്തോ വാങ്ങിയാലും മിച്ചം വരും. പെട്ടെന്ന് കഴിച്ചു തീർത്തിട്ട് പെട്ടെന്ന് കഴിച്ചിട്ട് ഡബ്ബിങ്ങിന് കയറണം. ഇതാണ് ഞാൻ വേസ്റ്റ് ആക്കത്തില്ല. എന്താണെന്നറിയില്ല, ഞാൻ അധികം വേസ്റ്റ് ആക്കത്തില്ല. ഞാനൊരു കുഞ്ഞു സാധനം ചോദിച്ചിട്ട് ഹലോ. അപ്പം ഞാൻ ഇപ്പം സമയം ഉച്ചയായി, 1:30 ആ സാൻഡ്വിച്ച് ഞാൻ മൊത്തം കഴിച്ചില്ല കേട്ടോ. അത് ഭയങ്കര വലുതായിരുന്നു. അപ്പം ഞാൻ ഇച്ചിരി കഴിച്ചത്. പിന്നെ പെട്ടെന്ന് എനിക്ക് കയറേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് എനിക്കിപ്പോൾ ആണെങ്കിൽ വിശക്കൊന്നുമില്ല. എന്നിട്ട് ഞാൻ ഒരു വാട്ടർമെലൺ ജ്യൂസ് വാങ്ങി. എനിക്ക് ജ്യൂസ് മതി. ഞാൻ ഈ എന്തെങ്കിലും വലിയ സാധനം വാങ്ങി ചോറോ എന്തെങ്കിലും മേടിച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഇഴഞ്ഞിരുന്ന് അത് കഴിച്ച് തരുമ്പോഴത്തേക്ക് ഇവിടെ സന്ധ്യയാവും. അതുകൊണ്ട് ഞാനൊരു ജ്യൂസ് വാങ്ങി. ഇതാകുമ്പോൾ പെട്ടെന്ന് കുടിച്ചിട്ട് അങ്ങ് കയറാമല്ലോ. ഇവിടെ വൈകുന്നേരം വരെ കാണും നമുക്ക് ഡബ്ബിങ്. നമ്മളങ്ങനെ ഇവിടുത്തെ ഡബ്ബിംഗ് ഒക്കെ കഴിഞ്ഞ്, എനിക്ക് ഇത്ര സമയം ഡബ്ബിംഗ് ഉണ്ടായിരുന്നുള്ളൂ, വൈകുന്നേരം വരെ. അപ്പം അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. പോണ വഴിക്കൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് എവിടെയും ഇറങ്ങി കഴിക്കാനുള്ള സമയമൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. ഹലോ. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ തിരിച്ചെത്തി. എൻ്റെ കമണ്ടലുമായിട്ട് ഞാൻ തിരിച്ചെത്തി. വരുന്ന വഴിക്കൊക്കെ നല്ല മഴയായിരുന്നു. ഞാൻ അവിടുന്ന്
ഡബ്ബിങ് സ്റ്റുഡിയോ ഒന്നും അങ്ങനെ അധികം വീഡിയോ ഒന്നും എടുത്തില്ല. അവർക്ക് ഇനിയൊരു ഡിസ്റ്റർബൻസ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ അധികം വീഡിയോ ഒന്നും എടുത്തില്ല. ഞാൻ അങ്ങനെ വേറെ ഒന്നും തിന്നുമില്ല. പിന്നെ നമ്മൾ ആ ജ്യൂസ് കുടിച്ചില്ല. ഉച്ചയായപ്പോൾ എൻ്റെ അഹങ്കാരത്തിന് ഞാൻ ജ്യൂസ് മാത്രമേ കുടിച്ചുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെയും ഭയങ്കരമായിട്ട് വിശന്നു. അപ്പോൾ ഞാൻ ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വിശക്കാമെന്നും പറഞ്ഞിട്ട് ഒരു ചിക്കൻ നഗറ്റ്സ് വാങ്ങി കഴിച്ചു. അതാകുമ്പോൾ പെട്ടെന്ന് തിന്നാലോ, അതുകൊണ്ട് അത് വാങ്ങി കഴിച്ചു. അതിന് ഷോട്ടൊന്നും എടുക്കാൻ പറ്റില്ല, ഓടി കയറണമായിരുന്നു തിരിച്ച്. അങ്ങനെ അത് വാങ്ങി കഴിച്ചു. തിരിച്ച് വന്നിട്ട് ഞാൻ വീട്ടിൽ വന്ന് നല്ല മഴയൊക്കെ ആയിരുന്നു. എന്നിട്ട് ഞാൻ കഞ്ഞി കുടിച്ചു. ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്നും രാത്രി കഞ്ഞിയാണ് കുടിക്കുക. കഞ്ഞി അല്ലെങ്കിൽ ചോറ്. എനിക്ക് കഞ്ഞിയാണ് കുറച്ചുകൂടി ഇഷ്ടം. എല്ലായിടത്തും അങ്ങനെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ. പക്ഷെ നമ്മുടെ നാട്ടിൽ കഞ്ഞിയാണ് എല്ലാ ദിവസവും രാത്രി കുടിക്കുക. കഞ്ഞി ഞാൻ പറയല്ല, കഞ്ഞി അല്ലെങ്കിൽ ചോറ്. ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും കഞ്ഞിയാണ് താല്പര്യം. അതുകൊണ്ട് ഞാൻ കഞ്ഞി കുടിച്ചു. അത് കഴിഞ്ഞിപ്പോൾ ഉറങ്ങാം. എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ട്. നമ്മൾ രാവിലെ ഡബ്ബിങ്ങിന് കയറിയത്, എന്നിട്ട് കുറേ നേരം ഇരുന്നിരുന്ന് എനിക്ക് നടുവേനയൊക്കെ എടുക്കുന്നുണ്ട്. ഞാൻ എന്നാൽ കിടന്ന് ഉറങ്ങാൻ പോവാണ്. ഇതാണ് എൻ്റെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ ഷൂട്ടും ഡബ്ബിങ്ങും ഇങ്ങനത്തെ എന്തെങ്കിലും തിരക്കുള്ള സമയത്ത് അങ്ങനെ കറക്റ്റായിട്ടുള്ള സമയത്തൊന്നും ഫുഡ് കഴിപ്പും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അത് മോശമാണ്. കറക്റ്റായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരുന്നത്. പക്ഷെ ഞാൻ കഴിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ എപ്പോഴും കറക്റ്റായിട്ട് പറ്റത്തില്ല. എന്നാലും ഇനി ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ, സീ യു.